തേങ്ങ ഉടയ്ക്കു സ്വാമി എന്ന് പറഞ്ഞിരുന്ന് അവസാനം ഇതാ തേങ്ങ ഉടച്ചു. PM ശ്രീ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകി. കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് വി ശിവൻകുട്ടി കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നാണ് ഔദ്യോഗികമായ ഒരു കത്ത് നൽകിയത്. CPI ഉയർത്തിയ കലാപം അവസാനിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഉപസമിതിയും കരാർ റദ്ദാക്കലുമൊക്കെ. കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ തീരുമാനം അവിടെ അറിയിക്കാതെ ഒരു അടവ് നയം നമ്മുടെ സർക്കാർ പയറ്റുകയും ചെയ്തു. എന്നാൽ കത്തയക്കാൻ വൈകിപ്പിക്കുന്നതിൽ CPIക്ക് വല്ലാത്ത അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് തന്നെ കത്തയച്ചത്. പ്രൈം സ്റ്റോറി കേരളത്തിൽ PM ശ്രീ ശരിക്കും കൂട്ടിക്കെട്ടിയോ എന്നതാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകാമായിരുന്ന ഒരു പദ്ധതിയാണ്. വിവാദങ്ങളുടെ പരമ്പരയ്ക്ക് പിന്നാലെ ഒരു നിർണായക പദ്ധതിയിൽ നിന്ന് കേരളം കാൽ പിന്നിലേക്ക് വലിക്കുകയാണ്. AK സ്റ്റെഫിൻ പറയും PM ശ്രീ പദ്ധതി ശരിക്കും മരവിപ്പിച്ചവർ. ഇടതുമുന്നണിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്കാണ് പരിഹാരമായിരിക്കുന്നത്. PM ശ്രീ കരാറിൽ നിന്നും പിന്മാറണം, റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കുറെ നാളുകൾ കഴിഞ്ഞുവെങ്കിൽ പോലും, കാലതാമസം വന്നുവെങ്കിൽ പോലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ കരാർ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യ ഗഡു SSK ഫണ്ടിന്റെ പണം അത് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ CPIക്കും CPMനും ഒരുപോലെ തന്നെ ആശ്വസിക്കാമെന്ന ഒരു തീരുമാനമാണ്, നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫണ്ടും കിട്ടി, അത് CPMനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ആശയപരമായി CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി ഈ തീരുമാനത്തോടു കൂടി മാറുന്നു. കാരണം CPI ആണ് PM ശ്രീക്കെതിരായും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായും തുറന്ന നിലപാട് സ്വീകരിച്ചത്. പരസ്യമായ ഒരു പ്രതിഷേധങ്ങളിലേക്ക്, പോരിലേക്ക് തന്നെ CPMുമായി CPI ഏറ്റുമുട്ടുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. പരസ്യ പ്രതികരണങ്ങളും അത്തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ PM ശ്രീക്കെതിരായും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞു പോകുന്നതിനിടയിലാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഈ ഒരു തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കുക എന്നൊരു ലക്ഷ്യം CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇന്ന് ഈ തീരുമാനം വരുന്നതോടുകൂടി, അല്ലെങ്കിൽ കത്ത് അയച്ചതോടുകൂടി CPIക്കും ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദ ശക്തിയായി ഇപ്പോഴും ഇടതുമുന്നണിയിൽ തങ്ങളുണ്ട് എന്ന ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് ഒരു വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് തുറന്ന് CPMന് സമ്മതിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയില്ല എന്ന തരത്തിൽ CPMനും ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഏതായാലും മന്ത്രിസഭാ തല ഉപസമിതിയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത്. പക്ഷേ നിലവിൽ ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ മന്ത്രിമാർക്കെല്ലാം പ്രത്യേകമായി അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജോലിയുണ്ട്, ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആലോചനയോ കൂടിയാലോചനയോ മറ്റോ ഈ വിഷയത്തിൽ മന്ത്രിസഭാതല ഉപസമിതിയിൽ നടക്കുകയുള്ളൂ. അതുവരെ ഏതായാലും മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകാനിടയില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ കത്തയച്ചിരിക്കുന്നത് ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. PM ശ്രീയിൽ കത്തയച്ചത് LDFന്റെ വിജയമെന്നാണ് ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം അത് നടന്നു, ബാക്കിയെല്ലാം പിന്നാലെ നടക്കും. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന RSSന്റെ പ്രവണതകൾക്കെതിരായ വിജയമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പ്രധാനപ്പെട്ട കാര്യം കത്തയച്ചു എന്ന കാര്യമാണ്. കത്തയച്ചു, ആ കത്ത് അയക്കുമോ, കത്ത് പോകുമോ, തീരുമാനം പാലിക്കുമോ, വാക്ക് ലംഘിക്കുമോ, ഇതെല്ലാം നിങ്ങളുടെ ആശങ്കയായിരുന്നു. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. അന്ന് പദ്ധതി അംഗീകരിച്ചതിന് പിന്നാലെ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിലുള്ള 109 കോടി രൂപ കേരളത്തിന് കിട്ടിയിരുന്നു. പക്ഷേ ഇനിയും കിട്ടാനുള്ളത് 1158 കോടി രൂപയാണ്. കരാർ മരവിപ്പിക്കൽ യാഥാർത്ഥ്യമായാൽ ഈ തുക ഇനി കിട്ടുന്ന കാര്യം തുലാസിലാകുമോ? PM ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കേണ്ടിയിരുന്ന പണം നഷ്ടപ്പെടുത്തിയതിലൂടെ ശരിക്കും നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് തന്നെയാണ്. ആരുടെ തീരുമാനമാണ് ശരിയെന്ന് കാലം തെളിയിക്കട്ടെ.